അപ്പമായവന്റെ നാട്ടിലേക്ക് അപ്പമായവനെ തേടിക്കൊണ്ട് ഓളീവ് കോമ് ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ എന്നെയും പങ്കുചേർത്തതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനം ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മെ ആഴമേറിയ ഒരു സത്യത്തിലേക്ക് ഈ തിരുവചനം നമ്മളെ നയിക്കുന്നുണ്ട്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന് ദൈവമാതാവായിട്ടും ഒരു ദാസിയെ പോലെ കടന്നു വന്ന മറിയത്തോട് എലിസബത്ത് പറഞ്ഞപ്പോൾ ഒരു കുടുംബത്തിന്റെ അമ്മയുടെ പവിത്രതയും അതിന്റെ മഹത്വവും സ്ഥാനവും എത്ര വലുതാണെന്ന് തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം എല്ലാവരും ഓരോ കുടുംബത്തിൽ നിന്നും വന്നവരാണ്. ഒരു കുടുംബത്തിൽ അമ്മയുടെ സ്നേഹം എത്രമാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്, സമ്മാനിക്കുന്നുണ്ടെന്ന് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്നും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഈശോ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞങ്ങൾ അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യുമെന്ന്. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കലർപ്പില്ലാതെ പാലിച്ച പരിശുദ്ധ അമ്മ കന്യകാമറിയം ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവളാണ്. പരിശുദ്ധ അമ്മ സിസ്റ്ററെ മുഖം കാണുന്നില്ല, ഇച്ചിരി ഇപ്പൊ കാണാം. ഓക്കെ, ക്ലിയർ. പരിശുദ്ധ അമ്മ ദൈവപുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവളായതുകൊണ്ട് ദൈവം വസിക്കുന്നിടത്ത് അമ്മയുടെ വിലയേറിയ സാന്നിധ്യവും ഉണ്ട്. ഈശോയുടെ വചനം ഹൃദയത്തിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ കാണുന്നു. ഈശോയുടെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ, ഈശോ നൽകുന്ന രക്ഷ സ്വന്തമാക്കിയപ്പോൾ ഒരു സ്ത്രീ ഈശോയുടെ വചനത്തിലൂടെ പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എത്ര ഭാഗ്യമുള്ളവയാണെന്ന്. പ്രിയമുള്ളവരെ, ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, ആ രക്ഷ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നപ്പോൾ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും അമ്മയെ തങ്ങളുടെ കുടുംബത്തിലേക്ക്, തങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുവാൻ കഴിയുകയില്ല. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമായി പരിശുദ്ധ അമ്മ തീർന്നപ്പോൾ ത്രിത്വൈക ദൈവം വസിക്കുന്ന കൂടാരമായി അവൾ മാറി. ആ അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ കുടുംബവും ത്രിത്വൈക ദൈവത്തിന്റെ വാസസ്ഥലമായി, ആ ത്രിത്വൈക ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബത്തിലും വളർന്ന് പുഷ്ടിപ്പെടുമെന്ന് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അനുഭവത്തിലൂടെ അത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മളൊക്കെ ഓരോ കുടുംബത്തിൽ നിന്നും കടന്നു വന്നവരാണ്. പരിശുദ്ധ അമ്മയും ഇതുപോലെ ഒരു കുടുംബത്തിൽ പിറന്ന് കുടുംബത്തിനായി ജീവിച്ച് ദൈവത്തിന്റെ ലോകമാകുന്ന കുടുംബത്തിൽ ജീവിച്ച അവള് ഒരു കുടുംബം കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അവൾക്കറിയാം. അതുകൊണ്ട് അവൾ നമ്മുടെ കൈകൾ പിടിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ നയിക്കുവാൻ, ഈശോയുടെ പക്കലേക്ക് നടക്കുവാനുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഈശോയുടെ കരം പിടിക്കുവാനുള്ള ഒരു വഴികാട്ടിയായിട്ട് അവൾ മാറുന്നുണ്ട്. തീർച്ചയായും ഈശോയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു കുറുക്കുവഴിയാണ്
പരിശുദ്ധ അമ്മ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതകഥയിൽ പറയുന്നുണ്ട്, വളരെ ചെറുപ്പത്തിലേ അവളുടെ അമ്മ അവൾക്ക് നഷ്ടപ്പെട്ടു. 8 വയസ്സായപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും അനുഗ്രഹം കിട്ടിയ കൊച്ചു ത്രേസ്യ പറയുകയാണ്, എൻ്റെ അമ്മ സ്വർഗത്തിലെ അമ്മയാണെന്ന്. ആ അമ്മയുടെ കരം പിടിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ ഫലം എന്താണ്? വിശുദ്ധിയെ ഒരു വിശുദ്ധിയായി തീരുവാൻ, ഒരു വലിയ വിശുദ്ധിയായി തീരുവാൻ അവൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കരം നമുക്ക് പിടിക്കാം. അമ്മയ്ക്ക് എല്ലാവരുടെയും വേദനകൾ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ആ കാനായിലെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്നിട്ട് അവരുടെ വിഷമങ്ങൾ ഈശോയുടെ പക്കല് ഉണർത്തിച്ചത്. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെയൊക്കെ കുടുംബത്തില് ഇതുപോലെ വിശ്വാസ തീഷ്ണതയുള്ള അമ്മമാരുണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബവും അനുഗ്രഹത്തിന്റെ ഒരിടമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് എലിസബത്ത് പറഞ്ഞപ്പോൾ ആ ഭാഗ്യം എങ്ങനെയാണ് ഉണ്ടായത്? ദൈവത്തിന്റെ വചനം അനുസരിച്ചപ്പോഴാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയും, നമ്മുടെ ചുറ്റുപാട് നോക്കിയിട്ട് അവിടെ എല്ലാം വിദേശത്ത് പോയി, അവിടുത്തെ മക്കളെല്ലാം വിദേശത്താണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, വീടുണ്ട്, അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ എന്ന്. പക്ഷെ അതൊക്കെയാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ യഥാർത്ഥ ഭാഗ്യം? ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുമ്പോഴും ദൈവത്തിന്റെ കരം പിടിക്കുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴും അല്ലേ യഥാർത്ഥ ഭാഗ്യം ഇവരെയൊക്കെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുള്ളതാണല്ലോ. ഈ സമയം പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, പ്രിയ മക്കളെ, നിങ്ങളുടെ കുടുംബം ദൈവത്തിന് പ്രിയപ്പെട്ടതായി തീരണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തന്ന ആ മാതൃക ഒന്ന് പിന്തുടർന്നാൽ മതി. പരിശുദ്ധ അമ്മ വേദനിക്കുന്നവരിടയിലേക്ക് ഓടിച്ചെന്നവളാണ്. നമ്മുടെ കുടുംബത്തില് ഭാര്യയുടെ കണ്ണൊന്ന് നിറയുമ്പോൾ, കർത്താവിന്റെ മുഖം ചിന്താഭാരത്താൽ അസ്വസ്ഥമാകുമ്പോൾ, മക്കളുടെ മുഖം വാടുമ്പോൾ, മാതാപിതാക്കൾ നിശബ്ദരാകുമ്പോൾ, അത് തിരിച്ചറിയാനുള്ള ആ സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ, ആ ഒരു അവബോധം, ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത നമുക്കുണ്ടാകണം. അല്ലാതെ അവർ കാര്യങ്ങൾ പറയട്ടെ, ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ എന്ന മനോഭാവം ഒരിക്കലും നമ്മളെ ഭരിക്കരുത്. അങ്ങനെ ഭരിച്ചാൽ നമ്മുടെ കുടുംബം സ്നേഹമില്ലാത്ത ശിഥിലമായി പോകുമെന്ന് നമുക്ക് എത്രയോ പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയെ പോലെ അമ്മയുടെ കരം പിടിച്ച് കുടുംബത്തിൽ വേണ്ടി ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഉത്തരമരുളും. എത്രയൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ കഴിയും. പ്രത്യേകിച്ചും തീഷ്ണതയുള്ള അമ്മമാരുണ്ടെങ്കിൽ ദൈവം ആ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് നിശ്ചയമായിട്ടും രക്ഷിക്കും. മാതാപിതാക്കള് സ്വന്തം പ്രാർത്ഥനയിലൂടെ കുടുംബത്തെ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ പാതയിൽ നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ കുടുംബത്തില് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ സാധാരണഗതിയിൽ പ്രിയമുള്ളവരെ നാം എന്താണ് ചെയ്യുക? കുറ്റപ്പെടുത്തലുകളും പഴിചാരലും ഒക്കെ അല്ലേ ആദ്യം സംഭവിക്കുന്നത്. എന്നാൽ തന്റെ ജീവിത പാഠങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നവനിലേക്ക് നോക്കുക, കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ കണക്ക് പിടിക്കാത്തവനെ അന്വേഷിക്കുക, ആശ്രയിക്കുക എന്നാണ്. ഇപ്രകാരം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരനെ പോലും എപ്പോഴും പഠിപ്പിച്ചു. അതാണല്ലോ കുരിശിന്റെ വഴിയിൽ നാം കാണുന്നത്. ഞാൻ ഓർക്കുന്ന എന്റെയൊക്കെ ചെറുപ്പത്തില് എൻ്റെ മാതാപിതാക്കള് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നടക്കുവാൻ എന്നെ അഭ്യസിപ്പിച്ചു. ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് പരിചയമുള്ള സഹോദരി എന്നോട് പറയുകയാണ്, സിസ്റ്ററെ,
എൻ്റെ കുടുംബത്തിൽ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് 36 വർഷം കഴിഞ്ഞ് 40 വർഷത്തോളമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളിനിടയിൽ 2 or 3 ദിവസം മാത്രമേ എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ജപമാല ചൊല്ലുന്നത് മുടങ്ങിയിട്ടുള്ളൂ. ആ മുടങ്ങിയ ദിവസങ്ങൾ യാത്രയിലായിരുന്നപ്പോഴാണ്. പലരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ തന്നെ ഈ ചേച്ചിക്ക് ഒത്തിരിയേറെ അസുഖങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയാണ് ആ ചേച്ചിക്ക് ശക്തി നൽകുന്നത്. ഓരോ രാത്രിയിലും കിടക്കുന്നതിന് മുൻപും അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മേ എനിക്ക് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, എനിക്ക് വയ്യ, എൻ്റെ ശരീരത്തിന് ബലമില്ല, വേദനകളുണ്ട്, അമ്മ എന്നെ കൊണ്ടുപോകണമെന്ന്. പരിശുദ്ധ അമ്മ ഇന്ന് വരെ ആ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തിയിട്ടില്ല എന്ന് ആ ചേച്ചി വളരെ സന്തോഷത്തോട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിത വഴികളിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ മക്കളെ ഈശോയോട് ചേർത്ത് നടത്തുവാൻ നമ്മളെക്കാൾ കഴിവുള്ളവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവർക്ക് അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അമ്മയുടെ വിശുദ്ധമായ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ ജപമാല പ്രാർത്ഥനകൾ മുടക്കാതിരിക്കാം. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ ഈശോയിലേക്ക് നോക്കുവാൻ മക്കളെ അഭ്യസിപ്പിക്കുന്ന ആദ്യത്തെ വിശ്വാസ പരിശീലകരാണ് ഓരോ മാതാപിതാക്കളും എന്നത് തിരിച്ചറിവോടെ ഈശോയിലേക്ക് നടക്കുവാൻ ഏറ്റവും എളുപ്പവഴി കാണിച്ചു തരുന്ന പരിശുദ്ധ അമ്മയുടെ കരം ചേർത്ത് പിടിക്കുവാൻ, കൂട്ടിപ്പിടിക്കുവാൻ മക്കളെ പരിശീലിപ്പിക്കുന്ന പരിശീലകരായി തീരുവാൻ കുടുംബത്തെ നയിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹവും സന്തോഷവും കൊണ്ട് നിറച്ച് ഈ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കൂടുതൽ ഉണർവോടെ, കൂടുതൽ ആത്മീയതയോടെ, കൂടുതൽ കൃപയോടെ ഈശോയെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോയെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ, ഈ ലോകത്തിലുള്ള ഓരോ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഹോളി ഹോമിലുള്ള ഓരോ കുടുംബത്തെയും അമ്മയുടെ മേൽ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ആമേൻ.